എല്ലാ പ്രിയമിത്രങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയുന്നത്, നമ്മൾ കുളിച്ചാൽ ആദ്യം തുടക്കേണ്ടത് മുതുകാണോ? കുളി കഴിഞ്ഞു വരുന്നവർ ആദ്യം മുതുകാണ് തുടക്കേണ്ടത് എന്നൊരു വിധിയുണ്ട്. ഇതിൻ്റെ പിന്നിൽ വിശ്വസിച്ചില്ലെങ്കിലും വിശ്വസിച്ചു പോകുന്ന രസകരമായ ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും രണ്ട് അവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്: നന്മയും തിന്മയും. അതായത് നന്മയെന്ന ശ്രീദേവിയും തിന്മയെന്ന മൂദേവിയും. നാം കുളിക്കാനായി ശിരസിൽ വെള്ളമൊഴിക്കുന്നതും ശ്രീദേവിയും മൂദേവിയും ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങും. പിന്നെ തമ്മിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കും. ശരീരത്തിൽ തിരികെ ആര് ആദ്യം കയറണം എന്നതിനു വേണ്ടിയാണ് ശരീരത്തിൽ ഏത് ഭാഗമാണോ ആദ്യം തുടച്ച് ജലാംശം കളയുന്നത് അവിടെ മൂദേവി പ്രവേശിക്കും. കാരണം യുദ്ധത്തിൽ ജയിക്കുന്നത് ആദ്യം മൂദേവി തന്നെയാണ്. തിന്മയായിരിക്കും. മുതുക് ആദ്യം തുടച്ചാൽ മൂദേവി അവിടെ കയറും. രണ്ടാമത് മുഖം തുടക്കേണ്ടി വരുമ്പോൾ ശ്രീദേവി മുഖത്ത് പ്രവേശിക്കുകയും അന്നേ ദിവസം ശ്രീദേവി ഐശ്വര്യം വിളങ്ങുന്ന മുഖത്തോടെ ജീവിക്കുകയും ചെയ്യും. മറിച്ച് മുഖമാണ് തുടച്ചതെങ്കിൽ മൂദേവി കയറിയ മുഖത്തോടെയാവും ജീവിക്കേണ്ടി വരിക. അതായത് അന്നത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതുക് തുടക്കണമെന്നൊരു ഉപദേശം പിൻതലമുറയ്ക്ക് നൽകാൻ മുതിർന്നവർ ശ്രമിച്ചതും. ഇത് കേട്ട് അന്ധവിശ്വാസമെന്ന് പറഞ്ഞ് ആരും പിന്മാറണ്ട. ഇതിന് പിന്നിൽ മഹത്തായ ഒരു ശാസ്ത്ര രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ അങ്ങനെ ഒന്ന് ഉപദേശിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ. കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് എല്ലാ ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് നട്ടെല്ലിലാണ്. നട്ടെല്ലിൽ കൂടുതൽ തണുപ്പ് ഏൽക്കേണ്ടി വന്നാൽ അത് രോഗങ്ങൾക്ക് കാരണമാവും. ഈ തിരിച്ചറിവിൽ നിന്നാണ് കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം നട്ടെല്ല് സ്ഥിതി ചെയ്യുന്ന മുതുക് തുടക്കണമെന്ന് വിധി ഉപദേശരൂപേണ കുട്ടികളിൽ അടിച്ചേൽപ്പിച്ചിരുന്നത്. എന്നാൽ ഒരു ബക്കറ്റ് പൈപ്പ് ജലത്തിൽ കുളിക്കുന്നവരെ ഉപദേശിച്ചല്ല ഈ നിർദ്ദേശം വെച്ചിരുന്നത്. മറിച്ച് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് തണുത്തൊഴിഞ്ഞ നദിയിലോ തടാകത്തിലോ കുളത്തിലോ ആവോളം മുങ്ങി കുളിക്കുന്നവരെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. പൈപ്പ് ജലത്തിൽ ദേഹം ശുദ്ധിയാക്കുന്നവർ സദയം ക്ഷമിക്കുക. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അടുത്ത വിഷയവുമായി അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നമസ്കാരം.